ഹലോ ഫ്രണ്ട്സ്, ഇത് നമുക്കൊരു നാടൻ പരിപ്പ് കറി വെക്കാം കേട്ടോ. നാടൻ പരിപ്പ് കറി എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ചുമന്ന പരിപ്പാണ് എടുത്തേക്കണം, മൈസൂർ പരിപ്പ്. അതിട്ട് നമുക്കൊരു കറി വയ്ക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാനായിട്ട് ഇരുമ്പമ്പുളിയാണ് എടുക്കുന്നത് കേട്ടോ. ഈ ഇരുമ്പമ്പുളിയും പരിപ്പും കൂടി ഒരു നാടൻ കറി ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ആദ്യം ഇത് കഴുകിയൊക്കെ വെള്ളത്തിലിട്ടതാണ്. ഇത്തിരി വെള്ളവും കൂടി മാറ്റിയിട്ട് വേറെ വെള്ളം എടുത്ത് അടുപ്പത്ത് വയ്ക്കാം. സ്റ്റൗ കത്തിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഈ പുളി ഒന്ന് അരിഞ്ഞ് പൊളർന്നെടുക്കാം കേട്ടോ. അപ്പം ഇതിൻ്റെ കൂടെ 4 പച്ചമുളകും കീറി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ കഴുകി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. 4 പച്ചമുളകിൻ്റെ എരിവുള്ള പച്ചമുളകാണിത്. 4 എണ്ണം ഇട്ട് കൊടുക്കാം. തിളച്ച് വരട്ടെ. ഇപ്പം നമുക്കിതൊന്ന് നെടുവേന്ന് പൊളന്നിട്ട് 4 മുറിച്ചിടാം. നല്ലോണം മുറിച്ച് 4 കഷ്ണമാക്കിയിട്ടാൽ വേഗം വേഗം പരിപ്പിൻ്റെ കൂടെ. നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പുളിയും പരിപ്പും കൂടി കറി വെച്ചാൽ. ചോറിനൊക്കെ നല്ല പച്ചരി ചോറൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. എല്ലാ ചോറിനും കൂടെ കഴിക്കാം ഇത്. വെയിറ്റ് ചെയ്യാം. നമുക്ക് അരിഞ്ഞെടുത്തിട്ട് അപ്പോൾ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പരിപ്പിൻ്റെ കൂടെ ഇട്ടിട്ട് ആദ്യം പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒരു വിസിലടുപ്പിക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് അടച്ച് വയ്ക്കാം കേട്ടോ. വിസിലിട്ട് കൊടുക്കാം. നമുക്ക് ഇതിനെ ചേർക്കേണ്ടത് വേണ്ടേ? തേങ്ങ എടുക്കണം. അതിൽ കുറച്ച് തേങ്ങ മതി. പരിപ്പ് നല്ല കൊഴുപ്പുണ്ടാവുമല്ലോ വെന്ത് കഴിയുമ്പോൾ. അപ്പോൾ കുറച്ച് തേങ്ങ മതി. ഒരു 3 ജീരകം ഉണ്ട് കേട്ടോ. ഉള്ളി, വെളുത്തുള്ളി, ഓരോ കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 2-3 കറിവേപ്പില കൂട്ടി അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. അരയാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കിതൊന്ന് അരച്ച് വന്നിട്ടുണ്ട്. ഇപ്പം നല്ലോണം അരഞ്ഞിട്ടുണ്ട് കേട്ടോ.
ഇതൊന്ന് വെന്ത് 2 വിസിൽ വന്നാൽ മതി. അപ്പോഴേക്ക് ഇത് റെഡിയാവും. അപ്പോൾ നമുക്കത് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ വിസിലൊക്കെ പോയിട്ട് തുറന്ന് നോക്കാം. നമുക്കിത് വെന്താന്ന് നോക്കാം. ഇളക്കി കൊടുക്കാം. നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ഒന്ന് കലക്കി കൊടുക്കാം. പരിപ്പായതുകൊണ്ട് കുറച്ച് തേങ്ങ മതി. ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക. അപ്പോൾ സ്റ്റൗ ഒന്ന് കത്തിക്കണം. ഉപ്പ് പുളിയൊക്കെ ഉണ്ടാന്ന് നോക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിക്കോ. നല്ല രുചിയാണത്. ചൂടായിട്ട് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തിളക്കമൊന്നും വേണ്ട കേട്ടോ, ചൂടായാൽ മതി. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ല. എന്താണിത്? എന്നെ ഹെൽപ്പ് ചെയ്യൂ. എന്നെ ആരും സഹായിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ജോലി ചെയ്യാൻ നോക്കിയത്. ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. സുഖമില്ലാത്തൊരു ഹസ്ബൻഡാണ്. അപ്പം എന്നെ ഹെൽപ്പ് ചെയ്യും എല്ലാവരും. അപ്പം ഞാൻ സ്റ്റൗ ഓഫാക്കുവാണ്. ഇതിലേക്ക് പകർത്തി കൊടുക്കാം. ഇനി വേണ്ടത് വറയിടലാണ്. ഇതൊന്ന് പയ്യെ ചൂടാൻ ഞാൻ വറുത്ത് വെച്ചിരിക്കുന്നതാണ്. കൂടി ചൂടാക്കിയേക്കാം. വീഡിയോ കാണുന്നവർ ഷെയർ ചെയ്യാൻ മറക്കണ്ട. എന്നെ ഹെൽപ്പ് ചെയ്യണം. നമുക്കിത് പകർത്തി കൊടുക്കാം അതിലേക്ക്. ഇത്രയേ ഉള്ളൂ പണി. വേഗം കഴിയുന്നൊരു പണിയാണ്. പരിപ്പ്, ചുവന്ന പരിപ്പ് വേഗം വേഗൂട്ടാ. ഒന്ന് തിളച്ചാൽ മതി. അപ്പോഴേക്കും അത് വെന്ത് കഴിയും. അപ്പം മൈസൂർ പരിപ്പും ഇരുമ്പും പുളിയും കൂടി കറി വെച്ചതാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചോറിന് അടിപൊളി കറിയാണിത്. ഇഷ്ടം പോലെ ചോറ് തിന്നത് ഉണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ.